നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. പ്രത്യേക പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത താരപുത്രിമാരാണ് മീനാക്ഷി, ദിലീപ്. മലയാള സിനിമാ പ്രേമികളുടെ സ്വന്തം ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകളെന്ന രീതിയിൽ എന്നെന്നും സ്പെഷ്യലാണ് മീനാക്ഷി ആരാധകർക്ക്. സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലെങ്കിൽ വിശേഷാൽ അവസരങ്ങൾ പോസ്റ്റുകൾ പങ്കിട്ടുകൊണ്ട് മീനാക്ഷി എത്താറുണ്ട്. മീനാക്ഷിയെ വളരെ വിരളമായി മാത്രമാണ് പൊതുവേദികളിൽ കാണാറുള്ളത്. കാവ്യയെ വിവാഹം ചെയ്യാൻ ദിലീപ് തീരുമാനിച്ചപ്പോഴും പൂർണ്ണ പിന്തുണയുമായി മീനാക്ഷി ഒപ്പമുണ്ടായിരുന്നു. മകളുടെ സമ്മതപ്രകാരമാണ് താൻ രണ്ടാമതൊരു വിവാഹം എന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ദിലീപ് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ദിലീപും മഞ്ജു വാര്യരും പിരിഞ്ഞപ്പോൾ അച്ഛൻ ദിലീപിനൊപ്പം പോകാമെന്നത് മീനാക്ഷിയുടെ തീരുമാനമായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു മീനാക്ഷിയുടെ 24ാം പിറന്നാൾ. കാവ്യ മാധവനാണ് മീനാക്ഷിയുടെ ചിത്രങ്ങൾ പങ്കുവച്ച് ആശംസകൾ അറിയിച്ചത്. പ്രിയപ്പെട്ട മീനൂട്ടിക്ക് സന്തോഷകരമായ ജന്മദിനാശംസകൾ എന്നാണ് കാവ്യ കുറിച്ചത്. ഏതാനും കുടുംബചിത്രങ്ങളും കാവ്യ പങ്കിട്ടിട്ടുണ്ട്. എന്നാൽ കമന്റ് ബോക്സ് ഓഫായതിനാൽ തന്നെ കമന്റ് ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല. എന്നാൽ ഈ ചിത്രങ്ങൾ ദിലീപിന്റെയും കാവ്യയുടെയും മീനാക്ഷിയുടെയും എല്ലാം ഫാൻസ് പേജുകളിലൂടെ വൈറലായിരുന്നു. ഇതിലെല്ലാം നിരവധി പേരാണ് തങ്ങളുടെ മീനൂട്ടിക്ക് ആശംസകളുമായി എത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ മീനാക്ഷിയെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ അധികവും. താരപുത്രിയുടെ നക്ഷത്ര ഫലവും ഭാവിയും ഒക്കെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. 2000 മാർച്ച് 23-നാണ് മഞ്ജു മീനാക്ഷിക്ക് ജന്മം നൽകുന്നത്. റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ മീനാക്ഷി ചോതി നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. മീനാക്ഷിയുടെ നക്ഷത്ര ഫലപ്രകാരം വളരെ തുറന്ന മനസ്സുള്ളവരാണ് ചോതിയിൽ ജനിച്ചവർ. എല്ലാവരോടും സൗഹാർദ്ദപരമായി പെരുമാറാനും ആകർഷണീയമായി സംസാരിക്കാനും ഇവർ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ നിർബന്ധ ബുദ്ധി കൂടുതലായിരിക്കും. അസാധ്യമായ കാര്യത്തെ സാധ്യമാക്കുവാനായി ധാരാളം സമയം ചിലവഴിക്കുന്നവരാണ്. സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഇല്ലാത്ത പക്ഷം മറ്റുള്ളവരെ സഹായിക്കുവാൻ എപ്പോഴും തയ്യാറായവരാണ് ഇക്കൂട്ടർ. വകതിരിവില്ലാതെ എല്ലാവരെയും ബഹുമാനിക്കുകയും ആവശ്യക്കാർക്ക് ഒരു നല്ല സുഹൃത്തുമായിരിക്കും. ഇവർ ആരെയെങ്കിലും വെറുക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ അതിൽ ഉറച്ചു തന്നെ നിൽക്കും. കുട്ടിക്കാലം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും എന്നും പറയുന്നുണ്ട്. അതേസമയം അടുത്തിടെ ദിലീപ് മീനാക്ഷിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മീനാക്ഷി ഇന്നേ വരെ എനിക്ക് തല്ലേണ്ടി വന്നിട്ടില്ല. എന്റെ ടോൺ മാറിയാൽ അവൾക്ക് മനസ്സിലാകും. മഹാലക്ഷ്മിയെ ഒരു വട്ടം അടിച്ചിട്ടുണ്ട്. മീനാക്ഷി വളരെ സൈലന്റ് ആണ്. എല്ലായിടത്തും ലിസണറാണ്. എന്നെ പോലെയാണ് മഹാലക്ഷ്മി, പക്ഷേ കാവ്യയെ പോലെയാണ്. എവിടെ പോയാലും എല്ലാവരോടും കൂട്ടുകൂടും. ഞാനും മീനാക്ഷിയും സൈലന്റ് ആൾക്കാരാണ് എന്നാണ് ദിലീപ് കുടുംബത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്. മീനാക്ഷി MBBS പൂർത്തിയായി ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയാണ്. മീനാക്ഷിയുടെ സിനിമാ പ്രവേശനം മലയാളികൾ കാത്തിരിക്കുന്ന ഒന്നാണ്. മീനൂട്ടി എന്ന ഓമന പേരിൽ വിളിക്കുന്ന മീനാക്ഷിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ ഞൊടിയിടയിലാണ് വൈറലായി മാറാറുള്ളത്. നന്നായി നൃത്തം ചെയ്യുന്ന മീനാക്ഷിയെ പലരും ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ട്. മീനാക്ഷി പക്ഷേ നൃത്തം പഠിച്ചിട്ടില്ല. എന്നിരുന്നാലും സ്വയം ചിട്ടപ്പെടുത്തി നൃത്തം ചെയ്യാൻ മീനാക്ഷിക്ക് കഴിവുണ്ട്. താൻ പലപ്പോഴും ആ വീഡിയോകൾക്ക് അഭിപ്രായം പറയാറുണ്ട്. ദിലീപ് തന്നെ മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മഞ്ജു വാര്യർ ആശംസകളോ പോസ്റ്റുകളോ ഒന്നും തന്നെ ഇത്തവണയും പങ്കുവച്ചിട്ടില്ലാത്തതിനാൽ ആരാധകർക്ക് നിരാശയുണ്ട്. ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞ ശേഷം മകൾ മീനാക്ഷി ദിലീപിനൊപ്പമാണുള്ളത്. പിന്നീട് ഒരിക്കൽ പോലും മഞ്ജുവിനെയും മകളെയും ഒരുമിച്ച് ആരാധകർ കണ്ടിട്ടില്ല. പൊതുവേദികളിൽ എത്താറുണ്ടെങ്കിലും മാധ്യമങ്ങളോടൊന്നും മീനാക്ഷി സംസാരിക്കാറില്ല. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.